ഹായ് ഓൾ, ഏവർക്കും മാസ്റ്റർ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന നമ്മുടെ LP UP സ്കൂൾ ടീച്ചർ എക്സാമിനുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് സെഷനാണ്. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ LP UP സിലബസിൽ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന. സിലബസ് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ വളരെ വേഗത്തിൽ നമ്മുടെ സിലബസ് സാധാരണ എക്സാമുകളേക്കാൾ കുറച്ച് വ്യത്യാസങ്ങൾ ഇവിടെ കാണാം. കുറച്ച് ടോപ്പിക്കുകളെ കമ്പാരിറ്റീവ്ലി മറ്റ് എക്സാമുകളെ അപേക്ഷിച്ച് ടോപ്പിക് വൈസ് ഉള്ളൂ, പക്ഷേ നമുക്ക് മാർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശങ്ങൾ കോമൺ ടോപ്പിക് ആണ്. പൊതുവെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന മറ്റു പരീക്ഷകൾക്ക് പഠിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു പരിചിതമായ ടോപ്പിക്കുകളാണ്. പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നിവ. ഇനി ഇന്ത്യയിലെ ഗവൺമെന്റ്, അതിൽ നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ വിഭാഗങ്ങൾ, ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവ. സോ താരതമ്യേന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സിലബസിൽ നമ്മളോട് പറയുന്നത്. കൃത്യമായി ഓർഡറിൽ പോയാൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റി, രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന ഭാഗത്തുള്ള മുഴുവൻ മാർക്കും മേടിക്കാമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ പഠനം തുടങ്ങുക, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. വേഗം നമ്മൾ പോകുന്നു. മാക്സിമം ചോദ്യങ്ങൾ, ഏറ്റവും 2026 ലേറ്റസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ പരമാവധി ടോപ്പിക് അഥവാ സിലബസ് റിലേറ്റഡ് ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും ആദ്യം തന്നെ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ കിട്ടുന്ന അതേ മാനസിക അവസ്ഥയോടുകൂടി, അതേ മൈൻഡ് സെറ്റോടുകൂടി ഈ ചോദ്യത്തെ കാണണം. ചോദ്യം വായിക്കുകയും ആദ്യം തന്നെ ആ ചോദ്യം ഏത് ഭാഗത്ത് നിന്നാണ് എന്നത് മനസ്സിലൊന്ന് ഉറപ്പിക്കണം. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമതായിട്ട്, ചോദ്യത്തിൽ എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണോ, തെറ്റായ പ്രസ്താവന എന്നാണോ, എന്താണ് ചോദിച്ചതെന്ന് മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ഓപ്ഷൻസിലേക്ക് പോകാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അപ്രോച്ച് വളരെ പ്രധാനമാണ്. എനിവേ, ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം, ഇപ്പൊ ഏറ്റവും അടുത്ത് ഈ 2026 നടന്ന ഒരു പരീക്ഷ, സിവിൽ എക്സൈസ് ഓഫീസർക്ക് വേണ്ടി നടന്ന പരീക്ഷയിൽ 51/2026 ചോദ്യപേപ്പർ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയാണ് എന്ന് നമുക്കറിയാം. ഈ ഭരണഘടനാ നിർമ്മാണ സഭ 2 വർഷം 11 മാസം 17 അല്ലെങ്കിൽ 18 ദിവസം കൊണ്ട് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കി. 389 പേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അവരുടെ അസാന്ദ്ര പരിശ്രമം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും മികച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ലഭിച്ചു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ആളുകൾ ചേർന്ന് ഒരുപാട് ആശയ വിനിമയങ്ങളിലൂടെ, ഡിസ്കഷൻസിലൂടെയാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും നല്ല നല്ല ആശയങ്ങൾ നമ്മൾ ബോറോ ചെയ്തു. എന്നാൽ പലപ്പോഴും ഒരു ജനാധിപത്യപരമായ പ്രക്രിയയാണ്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ, ഭരണഘടന നിർമ്മിച്ച നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഒരേ സ്വരത്തിൽ, ഒരേ അഭിപ്രായത്തോടുകൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് അംഗീകരിച്ച ഒരൊറ്റ ആശയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഐ തിങ്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യവുമല്ല, എന്നാൽ താരതമ്യേന ഒരു ഫ്രഷ്നെസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ചോദ്യം ശ്രദ്ധിച്ചോളുക, വ്യക്തമായിട്ട് പഠിച്ചോളുക. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ
തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ എല്ലാവരും ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? സംവരണം, റിസർവേഷൻ ആണോ? സ്റ്റിൽ നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. പ്രായപൂർത്തി, വോട്ടവകാശം, മൗലിക അവകാശങ്ങൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ആൻസർ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്. പ്രായപൂർത്തി, വോട്ടവകാശം ശരിയായ പ്രസ്താവനയാണ്. സംശയമൊന്നും വേണ്ട, ആലോചിച്ച് നോക്കുക. ഈ ഇന്ത്യ രാജ്യത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒരു നിശ്ചിത പ്രായപരിധി കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അല്ലെ റൈറ്റ് ടു വോട്ട് ഉണ്ട്. നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ് പറയുക. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ, ലിംഗ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒരു നിശ്ചിത പ്രായപരിധി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരേപോലെ ഐക്യകണ്ഠേന അംഗീകരിച്ച വിഷയമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ, അനുച്ഛേദം, വകുപ്പ് എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പറഞ്ഞേ 326 കറക്റ്റ് ആണ്, 1 മാർക്കാണ്, നിങ്ങൾ ജയിച്ചു. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ത്യയിൽ എപ്പോൾ മുതൽ ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറ. ഭരണഘടനയിലുള്ള എല്ലാവരും ഒരേപോലെ അംഗീകരിച്ചതല്ലേ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന അതേ ഡേറ്റ് മുതൽ 1950 ജാനുവരി 26 മുതൽ ഇന്ത്യൻ ഭരണഘടനയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിലുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കറിയാം ജാനുവരി 25 ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ. ജാനുവരി 25, അതായത് 1950 ജാനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനം നിലവിൽ വന്നതിന്റെ സ്മരണാർത്ഥം 2011 മുതൽ ജാനുവരി 25 ഇന്ത്യയിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ജാനുവരി 25 ദേശീയ സമ്മതിദായക ദിനമാണ്. പാഠപുസ്തകത്തിൽ നിന്നുള്ള ഫാക്റ്റ് ആണ്, തെറ്റിക്കുകയും ചെയ്യരുത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നിങ്ങൾ പറഞ്ഞേ, നമ്മുടെ രാജ്യത്ത് ഈ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളതുപോലെ ഒരു നിശ്ചിത പ്രായപരിധി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ 1950-കളിൽ അല്ലെങ്കിൽ 1989 കാലം വരെ 21 വയസ്സ് ആയിരുന്നു ഏറ്റവും കുറഞ്ഞ പ്രായപരിധി വോട്ട് ചെയ്യുന്നതിനായിട്ട്. എന്നാൽ അതിപ്പോഴുള്ളത് നിലവിലത് 18 വയസ്സാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ 18ാമത്തെ വയസ്സിൽ ഈ അവകാശം വിനിയോഗിച്ചിട്ടുണ്ടാവും. സോ മനസ്സിലാക്കുക, 21 വയസ്സിൽ നിന്നും വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭേദഗതി 1989 61ാം ഭേദഗതിയാണ്. 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, രാജീവ് ഗാന്ധി കാലഘട്ടം. തെറ്റിക്കരുത്, സ്ഥിരം ചോദ്യമാണ്. 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച വോട്ടിംഗ് പ്രായം കുറച്ച ഭേദഗതി 61ാം ഭേദഗതി 1989, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ടുള്ള കാലഘട്ടമാണ്. ഓക്കെ, ക്ലിയർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മാക്സിമം കണക്റ്റഡ് ഫാക്ട്സ് കൂടി നമ്മൾ നോക്കി പോകുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ സിലബസിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് എന്ന് കണ്ടു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റിന് 3 ഘടകങ്ങളാണുള്ളത്. നിയമ നിർമ്മാണ സഭ, നിയമം നടപ്പിലാക്കുന്ന കാര്യനിർവഹണ വിഭാഗം, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന നീതി ന്യായ വിഭാഗം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ കേട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതി ന്യായ വിഭാഗങ്ങൾ ചേരുമ്പോഴാണ് ഗവൺമെന്റ് കൃത്യമായിട്ട് വരിക. സോ ശ്രദ്ധിച്ചേ, നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിനെ സംബന്ധിക്കുന്ന ഒരു ചേരുംപടി ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ്. 49/2026 വർഷം വളരെ ഇമ്പോർട്ടന്റ്. ഈ വർഷം ചോദിച്ച ചോദ്യം സിമ്പിൾ ആണോ? ഇന്ന് ചോദ്യ പേപ്പറിലേക്ക് എല്ലാവരും വന്നേ. ഒരു ഭാഗത്ത് കുറച്ച് ഫാക്റ്റ് ഉണ്ട്, രണ്ടാമത്തെ ഭാഗമായിട്ട് ഇത് കണക്ട് ചെയ്യുക എന്ന എളുപ്പമുള്ള ഒരു പണിയാണ്. കാര്യം മനസ്സിലായവർക്ക്, കാര്യം അറിയാവുന്നവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. ഇന്ന് നോക്കിയാൽ നമുക്ക് നോക്കാം.
അംഗത്തിന്റെ കാലാവധി 6 വർഷം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറു സൈഡിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ, ലോക്സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും നിയമനിർമ്മാണ സഭയായിട്ട് ലോക്സഭയും രാജ്യസഭയുമാണുള്ളത്. എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന നിർവചനത്തിൽ ലോക്സഭയും രാജ്യസഭയും മാത്രം പറഞ്ഞാൽ ഉത്തരം ശരിയാവില്ല. ഇന്ത്യയുടെ പാർലമെന്റ് എന്നാൽ ലോക്സഭ, രാജ്യസഭ, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലാണ് ഒരു മാർക്ക് കിട്ടുക. അതാണ് അതിന്റെ പൂർണ്ണത. ലോക്സഭയും രാജ്യസഭയും ഇന്ത്യയുടെ രാഷ്ട്രപതിയും ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. എനിവേ, ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടെ 2 സഭകളുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതുപോലെ തന്നെ ബൈക്യാമറലിസം, ദ്വിമണ്ഡല സമ്പ്രദായം എന്ന ആശയവും ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. അതിൽ രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ലോക്സഭയും രാജ്യസഭയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ്. ആ സഭ പിരിച്ചുവിടുന്നില്ല, മറിച്ച് ആ സഭയ്ക്ക് കാലാവധിയുമില്ല. അതൊരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്നതൊരു സ്ഥിരം സഭയാണ്. പക്ഷേ ആ രാജ്യസഭയിലെ അംഗങ്ങൾക്ക്, രാജ്യസഭയിലെ എംപിമാർക്ക്, മെമ്പർ ഓഫ് പാർലമെന്റിന് എന്തുണ്ട്? കാലാവധിയുണ്ട്, 6 വർഷം. അപ്പൊ 2 ഫാക്ടുകൾ നോക്കുക. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, രാജ്യസഭയിലെ എംപിമാർക്ക് കാലാവധി ഉണ്ട്. ഓക്കെ, രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 കാണാതെ പഠിക്കണം. നോക്കിയേ, രാജ്യസഭ 6, രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഓരോ 2 വർഷം കൂടുന്തോറും 1/3 അംഗങ്ങൾ എന്ത് ചെയ്യും? വിരമിച്ചുകൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ സഭ പിരിച്ചുവിടപ്പെടുന്നില്ല. ആളുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറിയും കയറിയും വന്നുകൊണ്ടിരിക്കും. സോ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഓരോ 2 വർഷം കൂടുന്തോറും 1/3 അംഗങ്ങൾ വിരമിക്കുന്നു. ക്ലിയർ ആണേ? അപ്പൊ അതെങ്ങോട്ട് പോകണം? 1B ആണ്. 1B എന്ന് എഴുതുക. ഇനി ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു നിയമം നിർമ്മാണം നടത്തണമെങ്കിൽ പാർലമെന്റിന്റെ 2 സഭകളിൽ അത് അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്യുമ്പോഴാണ് ബില്ല് നിയമമായിട്ട് മാറുക. ഇനി ചില പ്രത്യേക വിഷയങ്ങൾ പ്രത്യേക സഭകളിൽ ആദ്യം അവതരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനവും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തതുമായ ചോദ്യമാണ് മണി ബില്ല്. ആർട്ടിക്കിൾ 110 പറയുന്ന പണ ബില്ല്, മണി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ? അതിന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ഇന്ന ഇടത്ത് ആദ്യം നിർബന്ധമായി അവതരിപ്പിച്ചേ പറ്റൂ. അപ്പൊ മനസ്സിലാക്കുക, മണി, പണം, മണി നമ്മൾ എന്ത് ചെയ്യുന്നു? ലോക്ക് ചെയ്ത് ലോക്കറിൽ ഭദ്രമായിട്ടല്ലേ വെക്കുക? മണി ബില്ല് ലോക്സഭയിലാണ് മണി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത്. 2C എന്ന് എഴുതുക. 2C കറക്റ്റ് ആണ്, വ്യക്തമാണ്. ഇനി മൂന്നാമത്തേലേക്ക് വരുമ്പോ ഇവിടെ രാജ്യസഭ എന്ന് നമുക്ക് കാണാം. ഇപ്പുറത്ത് 2 പേരുകൾ കൂടി ബാക്കിയുണ്ട്. മറ്റൊന്നുമല്ല, രാജ്യസഭയുടെ പഴയ പേര് അല്ലെങ്കിൽ രാജ്യസഭയുടെ മറ്റൊരു വിശേഷണം എന്ന് നമുക്ക് പറയാം. അതായത് രാജ്യസഭ എന്ന ഹിന്ദി നാമം സ്വീകരിക്കുന്നതിന് മുമ്പ് രാജ്യസഭ അറിയപ്പെട്ടിരുന്നത് ഹൗസ് ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ സഭ രാജ്യസഭ എന്ന് പഠിക്കുക. വേറൊന്നുമല്ല, രാജ്യസഭയിലെ എംപിമാരെ പറ്റി ആലോചിക്കുക. കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭ എംപിമാരെ നമ്മൾ അയക്കുന്നുണ്ടോ? 9 പേരെ അയക്കുന്നുണ്ട്. ഞാനോ നിങ്ങളോ ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. മറിച്ച് ഞാനും നിങ്ങളും തെരഞ്ഞെടുത്തയച്ച നമ്മുടെ സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ് രാജ്യസഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അപ്പോ നമ്മുടെ സംസ്ഥാനങ്ങളുടെ സഭ രാജ്യസഭ എന്ന് പഠിക്കുക. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നതാണ് അതിന്റെ പഴയ പേര്. ഓക്കെ, സോ 3A എന്ന് പഠിക്കുക. ഇനി 4 പറയുന്നത് ലോക്സഭയുടെ പഴയ പേരിൽ തന്നെ ഉണ്ട്. ലോക് അഥവാ ജനങ്ങൾ എന്നാണ്. ലോക്സഭ അഥവാ ജനങ്ങളുടെ സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ സഭ, ലോക്സഭ. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യയിൽ 543ഓളം ലോക്സഭ എംപിമാരുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് 20 എംപിമാരെയാണ് നമ്മൾ അയച്ചത്.
ഏറ്റവും അടുത്ത് 2024 ഇലക്ഷൻ നടന്നപ്പോ 18ാം ലോക്സഭ നമ്മൾ തിരഞ്ഞെടുത്തു. 18ാമത് ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ടു. ആലോചിച്ച് നോക്കിയേ, ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ അവരുടെ ജനപ്രതിനിധികളെ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് ലോക്സഭയിലേക്ക് എംപിമാരെ ഞാനും നിങ്ങളും അയച്ചിട്ടുണ്ടോ? നേരിട്ടാണ് അയച്ചത്. ജനങ്ങളുടെ സഭ ലോക്സഭ ആണ്. അപ്പൊ 1B 2C 3A 4D എന്ന് എഴുതുക. ഡയറക്റ്റ് നമ്മുടെ സിലബസുമായി കണക്ഷൻ ഉള്ള ചോദ്യമാണ്. ലോക്സഭ രാജ്യസഭ റിലേറ്റീവ് എന്നൊരു ചോദ്യമാണ്. മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം നമ്പർ 3, 51/2026 ചോദ്യ പേപ്പർ. ഇനി ഈ ചോദ്യം ഒരുപക്ഷെ കാണുന്ന എല്ലാവർക്കും ചോദ്യത്തിന്റെ ആ ചോദ്യം മാത്രം വായിച്ചാൽ ആൻസർ മനസ്സിലേക്ക് വരണം. കാരണം എന്താണ്? ഈ ചോദ്യം വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ആൻഡ് എന്താ പറയാ റെലവന്റ് എന്ന് പറയാം. കാരണം ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ ഇതേ ചോദ്യം ഒരു മാറ്റവും ഇല്ലാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഏതാ? ഒരുപാട് പഴയ ചോദ്യമാണോ? ഒരിക്കലും അല്ല. 2026 51 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും മാർക്ക് കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ചോദ്യങ്ങൾ കാണും. അത് നമുക്ക് വേണം. എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് അത് നമുക്ക് കിട്ടിയേ തീരൂ. ആർക്കും കിട്ടാത്തൊരു മാർക്ക് കൂടി അധികം കിട്ടുമ്പോൾ അതൊരു ബോണസ് ആണ്. സോ ശ്രദ്ധിച്ചോളുക. ചോദ്യം പറയുമ്പോഴേ നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ. 1976 42ാം ഭേദഗതി എന്നുവരെ വായിച്ചപ്പോൾ എന്തൊക്കെ മനസ്സിൽ കടന്നു വന്നു? ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അമെന്റ്മെന്റ് ആണത്, അല്ലെ? 42ാം ഭേദഗതി എന്തൊക്കെയാ പ്രത്യേകത? ഇന്ത്യയിൽ ഇതുവരെ നടന്നതിൽ നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ, തിരുത്തലുകൾ വരുത്തുന്നതിനെ, കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടുവരുന്നതിനെ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നാണ് പറയുക, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 ആണല്ലേ. 368 പ്രകാരം ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നു. ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണുള്ളത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെടുത്ത ആശയമാണ് ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 368 ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തു. പാർലമെന്റിനാണ് ഇന്ത്യൻ ഭരണഘടനയെ മാറ്റം വരുത്താൻ, തിരുത്താൻ, കൂട്ടിച്ചേർക്കാനുള്ള അധികാരമുള്ളത്, അവകാശമുള്ളത്. ഇനിവേ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുവരെ നടന്നിട്ടുള്ള ഭേദഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയെ നമ്മൾ 42nd അമെന്റ്മെന്റ് എന്നാണ് പറയുക. 1976 42ാം ഭേദഗതി. അതുകൊണ്ട് തന്നെ ചെറിയ ഭരണഘടന എന്നോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നോ എത്രയോ തവണ ചോദിച്ച ചോദ്യമാണത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറിയ ഭരണഘടനയാണല്ലേ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ് ആ കാലഘട്ടം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതിയായിട്ടുള്ള കാലഘട്ടമാണ്. ചോദ്യത്തിലേക്ക് കറക്റ്റ് ആയിട്ട് വരുമ്പോ 42ാം ഭേദഗതി 76 പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. അപ്പൊ ചോദ്യം ഭേദഗതി മാത്രമല്ല, ആമുഖം എന്ന പ്രിയാമ്പിൾ എന്ന ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആമുഖം. ആമുഖത്തിനെ ഒരൊറ്റ തവണയാണ് നാളിതുവരെ ഭരണഘടനയിൽ തിരുത്തിയിട്ടുള്ളത്. ആമുഖം ഒരൊറ്റ തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതിയിൽ വലിയ മാറ്റം സംഭവിച്ചു. 3 പ്രധാനപ്പെട്ട പദങ്ങൾ കൂട്ടിച്ചേർത്തു. സ്ഥിരം ചോദ്യം നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. വളരെ കറക്റ്റ് ആണ്. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം, മതേതരത്വം അഥവാ സെക്യുലറിസം, ഇന്റഗ്രിറ്റി അഖണ്ഡത അല്ലെങ്കിൽ സമഗ്രത എന്നും ഓപ്ഷനിൽ വരാറുണ്ട്. അപ്പോ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പഠിക്കുക. ക്ലിയർ ആണ്, വ്യക്തമാണ്, സംശയമേ വേണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി നെഹ്റു ആണ്. 1946 ഡിസംബർ മാസം 13-ാം തീയതി അദ്ദേഹം അവതരിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളായി മാറിയത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. ലക്ഷ്യപ്രമേയത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത് 47 ജാനുവരി മാസം 22-ാം തീയതിയാണ് എന്നുകൂടി മറക്കാതിരിക്കുക. ആമുഖം എന്ന ആശയം അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. 4ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താഴെ പറയുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇതും നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഈ ചോദ്യം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, നീ വേഗം പറയൂ എന്നൊരു മനോഭാവമായിരിക്കും. അങ്ങനെ ആവണം, കാരണം നിങ്ങൾ അത്രത്തോളം കോൺഫിഡന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്.
നോക്കിയാൽ നമ്മൾ ഓരോ ചോദ്യങ്ങളും, ആദ്യം പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. കുറച്ചു മുമ്പ് പറഞ്ഞത് ആമുഖമാണ്. രണ്ടാമത്തെ ചോദ്യം പാർലമെന്റ്. അപ്പൊ എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ ചോദ്യങ്ങളെ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നു. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വായിച്ച് ആൻസർ എഴുതാവൂ. അറിയാമെന്നുള്ള മുൻവിധി, അനാവശ്യമായ കോൺഫിഡൻസ് കൊടുക്കരുത്. ബോധ്യത്തോടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഒരു മാർക്ക് കിട്ടുക. ഫുള്ളായിട്ട് ശ്രദ്ധിച്ചോളുക. താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന, ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വാടാ. കേശവാനന്ദ ഭാരതി കേസ്. മനസ്സിൽ എന്തൊക്കെ ഓർമ്മ വന്നു? ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ ഇത് പഠിക്കാനുണ്ട്. 1973 ഏപ്രിൽ 24 വിധി വന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠത്തിന്റെ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതിയും സ്റ്റേറ്റ് ഓഫ് കേരളയും തമ്മിൽ നടന്ന കേസ്. സുപ്രധാനമായ വിധി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഒരു എന്തുണ്ട്? അടിസ്ഥാന ഘടനയുണ്ട്, ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് പ്രസ്താവിച്ച കേസാണേത്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ പ്രസ്താവിച്ച കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പഠിച്ചോളുക. മുന്നോട്ട് പോകാം. ഇനി കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ല എന്ന് പ്രസ്താവിച്ചു. പ്രസ്താവന ശരിയാണ്. ഭരണഘടനയിൽ പറയുന്ന സ്വത്തവകാശം കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടനയല്ല, ബേസിക് സ്ട്രക്ചർ അല്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറയുകയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. 1976 42 ഭേദഗതി വീണ്ടും വന്നു. അത്രയും പ്രാധാന്യമുള്ള ഭേദഗതി. പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നിലവിൽ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഇല്ല. നീക്കം ചെയ്തു ഒരു ഭേദഗതിയിലൂടെ. അത് 42 ഭേദഗതി 1976 ആണോ? അല്ല. ഏതാണ്? സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭേദഗതി 44 ഭേദഗതി 1978 കാലഘട്ടമാണ്. തെറ്റിക്കരുത്, മനസ്സിലാക്കി എഴുതുക. സൂക്ഷിച്ചു വായിച്ചാൽ മാത്രം മതി. കാര്യം അറിയാം, സൂക്ഷിച്ചു വായിച്ച് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. 44 ഭേദഗതി 1978 സ്വത്തവകാശം നീക്കം ചെയ്തത്. ആ സമയത്ത് ജനതാ ഗവൺമെന്റ്, മൊറാർജി ദേശായി പ്രധാനമന്ത്രി, പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. കാരണം ഈ അടുത്ത കാലത്ത് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സ്വത്തവകാശം നീക്കം ചെയ്തതെന്ന് തെറ്റിച്ചു കൊടുത്തു. തെറ്റിക്കുകയെ ചെയ്യല്ലേടാ. 44 മൊറാർജി ദേശായി ഗവൺമെന്റ്, പ്രധാനമന്ത്രി മൊറാർജി, പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. തെറ്റിക്കരുത്, ചോദിക്കും. ഓക്കെ, നോക്കിക്കേ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാകുന്നു. നിലവിൽ സ്വത്തവകാശം അവകാശമാണ്, അത് നിയമപരമായ ലീഗൽ റൈറ്റ് ആണ് എന്നറിയുക. ഇനി സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A ആർട്ടിക്കിൾ 300A പ്രസ്താവന ശരിയാണ്. അപ്പൊ തിരുത്തി പഠിച്ചോളുക. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ ബി, ആ ഭേദഗതിയെ സംബന്ധിച്ച വർഷം ആൻഡ് ഭേദഗതിയുടെ നമ്പർ തെറ്റായിരുന്നു. ബാക്കി പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓക്കെ, നമ്മുടെ അടിസ്ഥാന ഘടനയിൽ പെടുന്നതല്ല സ്വത്തവകാശം എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു. നിലവിൽ നിയമാവകാശം മാത്രമാണ് സ്വത്തവകാശം. അത് 300A പ്രസ്താവിക്കുന്നു. ശരിയായി പറഞ്ഞാൽ 44 ഭേദഗതി 1978 പ്രകാരം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു എന്നതുകൂടി ഓർത്തുവെക്കുക. മുന്നോട്ട് പോവുകയാണ്. അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മുടെ പോക്ക്. 119/2025 ചോദ്യ പേപ്പർ. Which of the following statement is or are not correct about the Constituent Assembly of India? ചോദ്യം മറ്റെവിടുന്നുമല്ല, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം. വിച്ച് ഈസ് നോട്ട് കറക്റ്റ്, തെറ്റായ പ്രസ്താവന, കൂട്ടത്തിൽ പെടാത്ത പ്രസ്താവന പറയുക. ഐഡിയ ഓഫ് ആൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫസ്റ്റ്ലി പ്രപ്പോസ്ഡ് ബൈ M.N. റോയ്. എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ രാജ്യത്തിന് സ്വന്തമായ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി M.N. റോയ്.
പ്രസ്താവന ശരിയാണ് അല്ലെ? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി M.N. റോയി 1934 അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ അതേസമയം ഈ ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരാജ് പാർട്ടിയാണ് ഈ ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനുശേഷമാണ് 35-ലും ഔദ്യോഗികമായി 37-ലും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ചോളുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946 ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചു കാണുന്ന ഒരു കാര്യമാണല്ലേ. 1946-ലെ ക്യാബിനറ്റ് മിഷൻ, 1946-ലെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 46-ലെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസ്താവന ശരി. ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫസ്റ്റ് കൺവെന്റ് ഓൺ 9th December 1946. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് മീറ്റിംഗ് കൂടിയത് 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. പ്രസ്താവന ശരിയാണ്. 46 ഡിസംബർ 6-ന് രൂപീകരിച്ച് 46 ഡിസംബർ 6-ന് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭ 46 ഡിസംബർ 9-ന് ആദ്യ യോഗം ചേർന്നു. ന്യൂഡൽഹിയിലെ പഴയ പാർലമെന്റ് ഹാളിലാണ്. 207 പേര് പങ്കെടുത്തു. അതിൽ 9 വനിതകൾ പങ്കെടുത്തു. മുസ്ലിം ലീഗ് അതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് നമുക്കറിയാം. സോ ശ്രദ്ധിച്ചോളുക. 46 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് അഭിസംബോധനം ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത് JB കൃപലാനി. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട്. എനിവേ, ഡോക്ടർ BR അംബേദ്കർ വാസ് അപ്പോയിന്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. പ്രസ്താവന തെറ്റ്. അതായത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നോ? അല്ല. മറിച്ച് അദ്ദേഹം ഭരണഘടനയിലെ ആകെ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ 22 കമ്മിറ്റികളിൽ 8 മേജർ കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ആകെ 22 കമ്മിറ്റികൾ, 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ കമ്മിറ്റി ആയിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനെന്നോ സ്ഥിരം അധ്യക്ഷനെന്നോ മാത്രമോ ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ അധ്യക്ഷനെന്നോ താൽക്കാലിക അധ്യക്ഷനെന്നോ ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം ചോദ്യം, എല്ലാവർക്കും കിട്ടുന്ന മാർക്ക്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇവിടെ ഏതൊക്കെയാ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത്. 1, 2, 3 ശരിയാണ്. 4 മാത്രമാണ് തെറ്റ്. 1, 2, 3 ആർ കറക്റ്റ്. 4 ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 6ാമത്തെ ചോദ്യത്തിലേക്കാണ്. 49/2026 ചോദ്യപേപ്പർ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക്, അപ്പൊ നമ്മളോട് രാഷ്ട്രപതി പ്രസിഡന്റ് എന്നൊരു ടോപ്പിക് സിലബസിലുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ടോപ്പിക്കാണ്. ഇന്ത്യയിലെ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകൾ എന്താണ് എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ സംബന്ധിച്ചാണ് ചോദ്യം. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെന്ററി സിസ്റ്റമാണ്. പാർലമെന്ററി ജനാധിപത്യമാണ്. അടുത്ത കാലത്ത് ഒരുപാട് പരീക്ഷകളിൽ പാർലമെന്ററി ജനാധിപത്യവും അതിന്റെ സവിശേഷതകളൊക്കെ ചോദിച്ചിരുന്നു. വളരെ എളുപ്പത്തിൽ 2 കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, നിയമ നിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 വിഭാഗങ്ങളാണ് പ്രധാനമായുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ ഈ 2 വിഭാഗങ്ങൾ, നിയമനിർമ്മാണവും കാര്യനിർവഹണ വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി പാർലമെന്ററി സിസ്റ്റം എന്നും പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്നും 2ആയി തിരിക്കാം. ഇതിൽ ഇന്ത്യ പിന്തുടരുന്നത് പാർലമെന്ററി സിസ്റ്റമാണ്. ഇവിടെ നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അവർ തമ്മിൽ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. മനസ്സിലാക്കുക, ഈ പാർലമെന്ററി സിസ്റ്റത്തിൽ യഥാർത്ഥ ഭരണാധികാരിയുമുണ്ട്, നാമമാത്രമായ അധികാരിയുമുണ്ട്. റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇന്ത്യയിലെ യഥാർത്ഥ ഭരണാധികാരി പ്രധാനമന്ത്രിയാണ്. നാമമാത്രമായ അധികാരി ഇന്ത്യയിൽ പ്രസിഡന്റ് ആണ്. അതായത് രാഷ്ട്രത്തലവൻ രാഷ്ട്രപതി, ഭരണത്തലവൻ പ്രധാനമന്ത്രി. ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ശനിയാഴ്ച നടന്ന CPO ആൻഡ് വുമൺ CPO എക്സാമിന് ഇത് ചോദിച്ചിരുന്നു.
അതായത് പാർലമെന്ററി സിസ്റ്റം അനുസരിച്ച് ഇന്ത്യയിൽ യഥാർത്ഥ ഭരണാധികാരി പ്രധാനമന്ത്രിയാണ്. റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയാണ്. നാമമാത്രമായ അധികാരമേ രാഷ്ട്രപതിക്കുള്ളൂ. നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് പ്രസിഡന്റ്. ഇനി ഞാൻ നിങ്ങളോട് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു. രാഷ്ട്രത്തലവൻ രാഷ്ട്രപതി, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ്, രാഷ്ട്രത്തലവൻ രാഷ്ട്രപതി. ഇനി ഗവൺമെന്റിന്റെ തലവനാണ്, ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആണ് പ്രധാനമന്ത്രി. അത് ഓർമ്മയിൽ വേണം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്. രാഷ്ട്രത്തലവൻ നാമമാത്രമായ ഒരു അധികാരിയാണ് ഇന്ത്യയിൽ. പ്രസ്താവന ശരി. ഭരണത്തലവനാണ് ഇന്ത്യയിൽ യഥാർത്ഥ അധികാരി. അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ചോദ്യം നമുക്ക് മനസ്സിലായ. ആർട്ടിക്കിൾ സംബന്ധിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായും നമ്മുടെ പ്രസിഡന്റിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾസ് തുടങ്ങുന്നത് 52 മുതൽ 61 വരെയാണ്. നോക്കാം. ആർട്ടിക്കിൾ 52 മുതൽ 62 വരെയാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് വേഗം പറയാം. 52 ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യക്കൊരു രാഷ്ട്രപതി, ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. ഇനി 53 എന്താ പറയുന്നത്? 53ന്റെയും 3 ഈ പോലെ ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരി അത് രാഷ്ട്രപതി ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം പേരിനാണെങ്കിലും രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. അപ്പൊ 52 ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. 53 ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. 54 ഇലക്ഷൻ ആണ്. ഒരു പ്രാസം വെച്ച് പഠിക്കുക. 4 എലക്ഷൻ. 54 എലക്ഷൻ. 55 തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. നോക്കിക്കേ, 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. 53 ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ് അധികാരി പ്രസിഡന്റ്. 54 എലക്ഷൻ. 55 തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. 55 തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എന്ന് പഠിക്കുക. ഇനി 5, 6 5 അല്ലെങ്കിൽ 6 കാലാവധി. പ്രസിഡന്റിന്റെ കാലാവധി ഇന്ത്യയിൽ 5 വർഷമാണ്. അപ്പൊ നോക്കിയ 5, 6 56 കാലാവധി. 56. അപ്പൊ എക്സാം നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാലാവധി സംബന്ധിച്ച വകുപ്പ് ചോദിച്ചാൽ 56. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ ചോദിച്ചാൽ 52. ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് 54. ഓക്കെ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 55. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ 53. ശ്രദ്ധിച്ചേ. ഇനി 57ലേക്ക് വന്നാൽ ആർട്ടിക്കിൾ 57. ആ 7 ഇങ്ങനെ ഓർക്കുക. വീണ്ടും ഇത് 7 പോലെ ഓർക്കുക. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അധികാരം അല്ലെങ്കിൽ യോഗ്യത. പ്രസിഡന്റ്, ഇന്ത്യയിൽ ഒരു പ്രസിഡന്റിന് എത്ര തവണ വേണമെങ്കിലും തിരഞ്ഞെടുക്കപ്പെടാം. വീണ്ടും തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത്തരത്തിൽ ഇന്ന് വരെ ഇന്ത്യയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മാത്രമാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വീണ്ടും തിരഞ്ഞെടുക്കാൻ യോഗ്യരാണ്. പക്ഷെ എക്സാമിന് എപ്പോഴും ചോദിക്കും അമേരിക്കയിൽ പ്രസിഡന്റിന് 4 വർഷത്തെ കാലാവധിയാണുള്ളത്. പരമാവധി 2 തവണ അല്ലെങ്കിൽ മാക്സിമം 8 വർഷമാണ് അമേരിക്കയിൽ ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ കഴിയുക, പിന്നീട് സാധിക്കില്ല. എന്നാൽ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 57 വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരാണ്. എത്ര തവണ വേണമെങ്കിലും ഇന്ത്യയിൽ ഒരാൾക്ക് പ്രസിഡന്റായി വരാം. പക്ഷെ ഇതുവരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മാത്രമാണ് 1ലധികം തവണ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ആർട്ടിക്കിൾ 58ലേക്കാണ് പോകുന്നത്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എടാ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ രാഷ്ട്രത്തലവനായ നോമിനൽ ഹെഡായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പൗരനായ രാഷ്ട്രപതി ആവാനുള്ള യോഗ്യതകളെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 58 ഓപ്ഷനിലുണ്ടോ? ആ ഓപ്ഷൻ 58 യോഗ്യത ശരിയായ ഉത്തരം. അപ്പൊ ഇത് ഇങ്ങനെ ഓർക്കുക. 58 യോഗ്യത. ഇത് കണ്ടോ, യോഗ്യത. ഈ വള്ളിക്കെട്ട് വെച്ച് ഓർക്കുക. 58 എന്ന് ഓർക്കുക. എന്തൊക്കെ യോഗ്യതകളാ? പ്രധാനമായും 4 യോഗ്യതകൾ എന്തൊക്കെയാ? ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്തായിരിക്കും? എനിക്കും നിങ്ങൾക്കും ഭാവിയിൽ രാഷ്ട്രപതി ആവാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ പൗരനാണ്, ആണോ അല്ലയോ? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുക ഏറ്റവും പ്രധാനം.
രണ്ടാമത്തേത് പ്രായമാണ്. ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. ഇന്ത്യൻ പൗരനാവുക, 35 വയസ്സ് ഏറ്റവും കുറഞ്ഞത് വേണം. ഇനി ലോക്സഭയിൽ അംഗമാവുന്നതിനുള്ള യോഗ്യത, ഒരു ലോക്സഭ അംഗമാകുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടാവണം. പക്ഷേ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമല്ല. പക്ഷേ യോഗ്യത പഠിക്കുമ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സുണ്ടായിരിക്കണം. ഇനി ലോക്സഭയിലെ അംഗമാവാനുള്ള യോഗ്യത ഉണ്ടാവണം. നാലാമത് പറയുന്നു, കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദായകരമായ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ പാടില്ല. സോ ഇന്ത്യൻ പൗരൻ, 35 വയസ്സ്, ലോക്സഭ അംഗമാവുന്നതിനുള്ള യോഗ്യത, കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദായകരമായ പങ്ക് വഹിക്കാൻ പാടില്ല. സോ 58 യോഗ്യത. 4 ആർട്ടിക്കിളോടെ പറഞ്ഞാൽ എല്ലാ ആർട്ടിക്കിൾസും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാം. 59 എക്സാമിന് ചോദിച്ചാൽ 59 ഔദ്യോഗിക സ്ഥാനമാനങ്ങളെ സംബന്ധിക്കുന്ന, ഔദ്യോഗിക പദവിയെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് 59. ഇങ്ങനെ ഓർക്കുക, 9 ഓർക്കുക, ഔദ്യോഗികം. 59 ഓർക്കുക, ഔദ്യോഗിക സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചാണ്, ഔദ്യോഗിക പദവി സംബന്ധിച്ചാണ്. 60 സത്യപ്രതിജ്ഞയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇന്ത്യൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ആർട്ടിക്കിൾ 60 സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച്. 61 ഇംപീച്ച്മെന്റ്, വളരെ ഇമ്പോർട്ടന്റ്. 61ന്റെ അവിടെ 1 ഐ പോലെ ഓർക്കുക. 61 ഇംപീച്ച്മെന്റ് എന്ന് ഓർക്കുക. അതായത് ഭരണഘടനാ പദവികൾ ഇരിക്കുന്ന ആളുകളെ, പുതിയ സ്കൂൾ ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ് ഇംപീച്ച്മെന്റ്? ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ പാർലമെന്ററി നടപടികളിലൂടെ നീക്കം ചെയ്യുന്നതിനെ ഇംപീച്ച്മെന്റ് എന്ന് വിളിക്കുന്നു. സോ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് പറയുന്ന ആർട്ടിക്കിൾ 61, 61 ഇംപീച്ച്മെന്റ്. ഇനി 62 പറയുന്ന ഒരു കാര്യമാണ്, രാഷ്ട്രപതി മരണം മൂലമോ രാജിവെച്ചത് മൂലമോ നീക്കം ചെയ്തത് മൂലമോ ആ സ്ഥാനം ഒഴിഞ്ഞു കിടന്നാൽ ഏറ്റവും കുറഞ്ഞത് 6 മാസത്തിനുള്ളിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്തണം. സോ 52 മുതൽ 62 വരെ രാഷ്ട്രപതിയെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾസ് കൃത്യമായി ഓർത്തു വെക്കുക. ഷുവർ ടോപ്പിക് ആണ് എക്സാമിന്, നന്നായി പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 7ാമത്തെ ചോദ്യം 44/2026 ചോദ്യപേപ്പറാണ്. ഈ ചോദ്യത്തിൽ നിന്ന് ആദ്യം തന്നെ നമ്മളെ സംബന്ധിച്ച് ടോപ്പിക് ഓറിയന്റഡ് ചോദ്യമാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര്? നമ്മുടെ രാജ്യത്തെ നീതിന്യായ വിഭാഗം, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോടതി സുപ്രീം കോടതിയാണ്. എല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് സുപ്രീം കോടതി ഉള്ളത്. 1950 ജാനുവരി മാസം 28-ാം തീയതിയാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. നമുക്കറിയാം, സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ പദവിയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന പദവി. ഈ ചോദ്യം ഈ അടുത്ത് ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തതാണ്. ഐ തിങ്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതിന്റെ ആൻസർ ഇപ്പൊ അറിയാം. സോ ഈ ചോദ്യം മുൻനിർത്തിക്കൊണ്ട് നിലവിലെ പ്രധാനപ്പെട്ട ചില നിയമനങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകണം. സോ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞേ. ഇപ്പോഴത്തേത് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഈ എണ്ണം കൂടി പ്രാധാന്യമുണ്ട്. ഈ അടുത്ത് നടന്ന ഒരുപാട് പരീക്ഷകളിൽ എണ്ണം ഉൾപ്പെടെയാണ് ചോദിച്ചത്. ഇന്ത്യയുടെ 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റിസ് സൂര്യകാന്ത്. സംശയം വേണ്ട, കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് കണക്ട് ചെയ്തു പോയാൽ കേരളത്തിലെ ഹൈക്കോടതിക്ക് നിലവിലെ ചീഫ് ജസ്റ്റിസ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതി ഹൈക്കോടതിയാണ്. കേരളത്തിന്റെ ഹൈക്കോടതി എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിന്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ. ഇനി ഒരുപാട് പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നു. ഇനി അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു പോകാം. ഇപ്പൊ ഏറ്റവും അടുത്ത് കേരളത്തിൽ പുതിയ ചീഫ് സെക്രട്ടറി വരുന്നു. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നത് ഡോക്ടർ എ ജയതിലക് ആയിരുന്നു. നമ്മളോട് എക്സാമിന് ചോദിച്ചു, നമ്മൾ മാർക്ക് മേടിച്ചു. ഇതാ പുതിയ തീരുമാനം, 51ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് വിശ്വനാഥ് സിൻഹ വരാൻ പോകുന്നു. ഇനി കേരളത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുതിയ അധ്യക്ഷൻ വന്നു. കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് കെ ജി സനൽകുമാർ വരുന്നു. ഇനി കേരളത്തിന് പുതിയ അഡ്വക്കേറ്റ് ജനറൽ AG വരുന്നു.
അഡ്വക്കേറ്റ് ജായ്ജു ബാബു. അഡ്വക്കേറ്റ് ജായ്ജു ബാബു. ഒരുപാട് നിയമനങ്ങൾ നടന്നു. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് ഉള്ളത്. പുതിയ കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായി സ്വാതി നിരഞ്ജൻ ജ്യോതി വന്നു. അപ്പൊ ഈ പുതിയ നിയമനങ്ങൾ പഠിച്ചിട്ട് പോകണം. എക്സാമിന് വലിയ പ്രാധാന്യമുണ്ട്, എക്സാമിന് ചോദിക്കും. ഇനി 8ാമത്തെ ചോദ്യമാണ് 141/2025. ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം നമ്മുടെ സിലബസിലെ ടോപ്പിക്കായ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവ ഒന്നിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് ഉള്ളതുപോലെ ഇന്ത്യയുടെ 2ാമത്തെ പൗരനാണ് ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ്. പഠിച്ചോളുക, ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 63, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 പറയുന്നു. ആർട്ടിക്കിൾ 63 ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. എടാ, നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാ? 15ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് CP രാധാകൃഷ്ണൻ. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ, തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ്. മഹാരാഷ്ട്രയിലെ മുൻ ഗവർണർ ആയിരുന്നു അദ്ദേഹം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇനി ചോദ്യത്തിലേക്ക് വരാം. രാജ്യസഭാ ചെയർമാനെ രാജ്യസഭയാണ് തെരഞ്ഞെടുക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ലോക്സഭയ്ക്ക് അധ്യക്ഷനുണ്ട്, രാജ്യസഭയ്ക്കും അധ്യക്ഷനുണ്ട്. ലോക്സഭയുടെ അധ്യക്ഷനെ സ്പീക്കർ എന്നാണ് വിളിക്കുക, രാജ്യസഭയുടെ അധ്യക്ഷനെ ചെയർമാൻ എന്നാണ് പറയുക. മനസ്സിലാക്കിക്കൊള്ളുക, രാജ്യസഭാ ചെയർമാനെ രാജ്യസഭ മാത്രമാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ആർട്ടിക്കിൾ 63 പറഞ്ഞ എന്താ? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. എന്നാൽ 64 പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്ക് വേറൊരു ജോലി കൂടി ഉണ്ട്. അദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും. ഇന്ത്യയുടെ പ്രസിഡന്റ് രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 64. അപ്പോ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭ മാത്രമല്ല, ലോക്സഭയും രാജ്യസഭയും അവിടെയുള്ള മുഴുവൻ അംഗങ്ങളുമാണ്. ഓൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ് മുഴുവൻ അംഗങ്ങളും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഉപരാഷ്ട്രപതിയുടെ ഇലക്ടറൽ കോളേജിൽ ഓൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളുമാണ് വരിക. ഇനി പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അധ്യക്ഷൻ രാജ്യസഭാ ചെയർമാനാണ്. പാർലമെന്റിന്റെ ഇരുസഭയുടെ അധ്യക്ഷൻ എങ്ങനെയാ രാജ്യസഭാ ചെയർമാൻ ആവുക? ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ, നിലവിൽ 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള. ഇനി രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ്, നിലവിൽ CP രാധാകൃഷ്ണൻ. രണ്ടിനും 2 ചുമതലക്കാരുണ്ട്. സോ 2ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജ് രാഷ്ട്രപതിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്കറിയാം, രാഷ്ട്രപതി ആവട്ടെ ഉപരാഷ്ട്രപതി ആവട്ടെ, പ്രസിഡന്റ് നിലവിൽ ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഈ 2 പേർക്കും വേണ്ടി ഞാനോ നിങ്ങളോ നേരിട്ട് വോട്ട് ചെയ്തിട്ടില്ല. സംശയമുണ്ടോ? കറക്റ്റ് ആണ്. ഇവരുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഇലക്ടറൽ കോളേജ് എന്നാണ് നമ്മൾ വിളിക്കുക. കൃത്യമായിട്ട് മനസ്സിലായിക്കോളുക, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആളുകളും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ഇലക്ടറൽ കോളേജ് തമ്മിൽ ഡിഫറന്റ് ആണ്. ആ പ്രസ്താവന ശരിയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരും MLA-മാരും മാത്രമേ വോട്ട് ചെയ്യൂ. അവിടെ ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് എടുത്തു പറയുന്നു. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചെയ്യുക. എങ്കിൽ ഞാൻ പറഞ്ഞു, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണെങ്കിൽ സംസ്ഥാന നിയമസഭ ഇല്ല. ഇനി MP-മാരും മാത്രം, എല്ലാ MP-മാരും എന്നാണ് പറഞ്ഞത്. അപ്പൊ തന്നെ വ്യത്യാസമുണ്ടേ, ശ്രദ്ധിച്ചോളുക. ഇനി പാർലമെന്റിന്റെ ഇരുസഭകളിലെയും നോമിനേറ്റ് ചെയ്യപ്പെട്ട, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും. ശരിയല്ലേടാ? എല്ലാ അംഗങ്ങളുമാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും പറ്റും. സോ പ്രശ്നമില്ല. നോമിനേറ്റഡ് ആൻഡ് ഇലക്റ്റഡ് അംഗങ്ങൾക്ക് പറ്റും, കുഴപ്പമില്ല. ഇനി രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെന്ന് പ്രത്യേകം പറയുന്നു. സോ 3, 4 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഏതാണ് ശരിയെന്നാണ് ചോദിച്ചത്? ഓപ്ഷൻ ബി 3 ആൻഡ് 4 എന്നെടുക്കുക. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. 44/2026 പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? കാരണം ഈ ചോദ്യം ഇപ്പോ ഏറ്റവും അടുത്ത് നടന്ന CPO WCPO ഒക്കെ നിരന്തരം ചോദിക്കുന്നു. ഏറ്റവും ചെറിയ ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ എന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യയിലെ പൗരന്മാർ രാജ്യത്തോട് ചെയ്യേണ്ട, രാജ്യത്തോട് നിറവേറ്റേണ്ട, രാജ്യത്തോട് തിരികെ നൽകേണ്ട ചില ഉത്തരവാദിത്തങ്ങളെ കടമകളെന്ന്, കർത്തവ്യങ്ങളെന്ന്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നു. എന്നാൽ 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, പൗരന്മാരുടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഒരു ഭേദഗതിയിലൂടെയാണ്. 42, 41, 39, 40 സംശയം വേണ്ട. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42ാം ഭേദഗതി 976 ഇന്ദിരാഗാന്ധി ഫക്രുദ്ദീൻ അലി അഹമ്മദ് കാലഘട്ടം 977 ജാനുവരി മാസം 3-ാം തീയതി ഈ കടമകൾ പ്രാബല്യത്തിൽ വരുന്നു. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളുടെ എണ്ണം 0 കാരണം കടമകളില്ല. 42ാം ഭേദഗതിയിലൂടെ നിലവിൽ വന്ന കടമകളുടെ എണ്ണം 10 കടമകളാണ്. എന്നാൽ നിലവിൽ കടമകളുടെ എണ്ണം 11. 0, 10, 11. ചോദ്യങ്ങൾ മാറി മാറി വരുമ്പോൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. 10ാമത്തെ ചോദ്യം 161/2025 പ്രസിഡന്റിനെ സംബന്ധിക്കുന്ന ചോദ്യം. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. എക്സാമിന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചു. പ്രധാനമന്ത്രി നെഹ്റു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, ഉപരാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. എക്സാമിന് ഇടയ്ക്കും തലയ്ക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, തെറ്റിക്കരുത്. ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ ആയിരുന്നു. ഓക്കെ, മുന്നോട്ട് പോകാം. മലയാളിയായ രാഷ്ട്രപതി KR നാരായണൻ എന്ന് പഠിക്കുക. ദളിത് രാഷ്ട്രപതി KR നാരായണൻ ഓർക്കുക. 11ാമത്തെ ചോദ്യം 11/2026 മൗലിക കടമകളിൽ നിന്ന് തന്നെയാണ് ആ ചോദ്യം. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുന്നത്? ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങൾ എടുക്കുമ്പോൾ ഭാഗം 1, 2, 3, 4, 5, 6 അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഭാഗം 3 മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഭാഗം 4 മാർഗനിർദ്ദേശം, DPSP 4. ഭാഗം 3 മൗലിക അവകാശം. ഭാഗം 4A മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സോ ഭാഗം 3 മൗലിക അവകാശം, ഭാഗം 4 മാർഗനിർദ്ദേശങ്ങൾ, ഭാഗം 4A മൗലിക കടമകൾ. ഓക്കെയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരുന്നു. 12ാമത്തെ ചോദ്യം 102/2025 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചോദ്യം വന്നിരിക്കുന്നത് എവിടെ നിന്നാന്ന് ആദ്യം മനസ്സിലാക്കുക. ആമുഖം അഥവാ പ്രിയാമ്പിളിൽ നിന്ന് ചോദിച്ച കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ചോദ്യം തന്നെയാണിത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ, ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ സ്വഭാവം എന്നും ലക്ഷ്യങ്ങളെന്നുമാണ് പറയുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളമൻലി റിസോൾട്ട് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് നമ്മൾ പറയും. പസോമ ജെറിയാണ്. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയെ വ്യവസ്ഥ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പ്രത്യേകമായി പറയുന്നു, ഈ രാജ്യത്ത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതില് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നെടുത്ത ആശയമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രഞ്ച് വിപ്ലവം. എന്നാൽ നീതി ഉണ്ടല്ലോ, നീതിയെ 3 ടൈപ്പ് ഓഫ് നീതി എന്നാ പറയുക. സോഷ്യോ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം റഷ്യൻ വിപ്ലവം എന്നോ റഷ്യ, USSR, സോവിയറ്റ് യൂണിയൻ എന്നോ കണ്ടാൽ കൃത്യമായി ആൻസർ ചെയ്യുക.
അപ്പൊ ആമുഖത്തിലെ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഫ്രാൻസ് എന്ന് എഴുതണം. ഓക്കെ, മുന്നോട്ട് പോകുന്നു. 13ാമത്തെ ചോദ്യമാണ്, പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏവ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയമാണ്. നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് തീരുമാനിക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും തമ്മിൽ ബന്ധമുണ്ട്. അമേരിക്ക എടുക്കുകയാണെങ്കിൽ നിയമനിർമ്മാണവും കാര്യനിർവഹണവും തമ്മിൽ ഡയറക്റ്റ് ബന്ധമില്ല. പ്രസിഡന്റ് ആണ് എല്ലാം. പ്രസിഡന്റ് കാര്യങ്ങൾ തീരുമാനിക്കുക ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഇന്ത്യയിൽ അങ്ങനെയല്ല. എനിവേ, കൂട്ടുത്തരവാദിത്തം ഒരു പ്രത്യേകതയാണ്. പ്രസ്താവന ശരി. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. നിരന്തരം ചോദ്യോത്തരങ്ങളിലൂടെ, ചോദ്യോത്തര വേളയിലൂടെ, ശൂന്യവേളയിലൂടെ, അവിശ്വാസ പ്രമേയം, അടിയന്തര പ്രമേയങ്ങളിലൂടെ നിരന്തരം എന്ത് ചെയ്യാം? നിയമനിർമ്മാണ സഭയ്ക്ക്, ലെജിസ്ലേച്ചറിന്, കാര്യനിർവഹണ വിഭാഗമായ ഈ മന്ത്രിസഭയെ, ക്യാബിനറ്റിനെ നിരന്തരം ചോദ്യം ചെയ്യാം. അവർക്ക് മറുപടി കൊടുക്കാൻ കൃത്യമായ റെസ്പോൺസിബിലിറ്റി പാർലമെന്റിനോടും ജനങ്ങളോടും പാർലമെന്ററി സിസ്റ്റത്തിലുണ്ട്. കൂട്ടുത്തരവാദിത്തം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പാർലമെന്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ശരിയാണ്. സ്ഥിരം ചോദ്യമാണ്. വൺ വേർഡായി ചോദിച്ചാലും ഉറപ്പായിട്ട് ആ ഓപ്ഷൻ അവിടെ കാണും. ഇനി മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇനി പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാണ്. ആലോചിച്ച് നോക്കിയപ്പോൾ ഏറ്റവും അവസാനം 18ാം ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ടു. 3ാം മോദി മന്ത്രിസഭ വന്നു. നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ച എംപിമാര് തന്നെയാണല്ലോ പിന്നീട് എന്തായി മാറുന്നത്? മന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് മാറുന്നത്. ഇപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 16ാം കേരള നിയമസഭ വന്നു. നമ്മുടെ MLA തന്നെയാണല്ലോ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ട് മാറിയ ക്യാബിനറ്റ് ആയി മാറിയത്. അപ്പോ പാർലമെന്ററി സിസ്റ്റത്തില് നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ തന്നെയാണ് ക്യാബിനറ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് നമ്മളെ ഭരിക്കാനായിട്ട് മാറുന്നത്. ശരിയാണ്. സിമ്പിൾ ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. ഇനി പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ അധികാരിയും ഉണ്ടായിരിക്കും. ശരിയാണോ തെറ്റാണോ? പാർലമെന്ററി സിസ്റ്റത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ അധികാരിയും ഉണ്ടായിരിക്കും. ഇവിടെ റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയാണ്, നാമമാത്രമായ അധികാരി പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലുണ്ട്. പ്രസ്താവന ശരി. സോ 1 ശരി, 2 ശരി, 3 തെറ്റ്, 4 ശരി. സോ നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. 3 ഓപ്ഷൻ ബി ആണ് ശരി, ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ചേരുംപടി ചേർക്കാനാണ്. മൗലിക അവകാശങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് തന്നിട്ട് അല്ലെങ്കിൽ പുതിയ പദവികൾ തന്നിട്ട്, നിയമനങ്ങൾ തന്നിട്ട് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. പഠിച്ചവരെ സംബന്ധിച്ച്, കാര്യങ്ങൾ അറിയുന്നവരെ സംബന്ധിച്ച് മാച്ച് ദ ഫോളോയിങ് ഒരു അനുഗ്രഹമാണ്. കൃത്യമായിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ചോദ്യം ഏത് ഭാഗത്ത് നിന്നാണ് ആദ്യം ഓർക്കുക? മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. ഇനി മാച്ച് ദ ഫോളോയിങ് ചോദ്യം 14, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 27. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താ വരിക? മൗലിക അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യമാണ് നമ്മൾ പഠിക്കുക. ഈ അടുത്ത കാലത്ത് മതസ്വാതന്ത്ര്യത്തിൽ നിന്ന് മാത്രം ആർട്ടിക്കിൾസ് റീസെന്റ് ഒരുപാട് തവണ ചോദിച്ചു. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം ആണ്, മതസ്വാതന്ത്ര്യമാണ്. ആലോചിച്ച് നോക്കുക. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? ഈ രാജ്യത്തുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അതനുസരിച്ച് ജീവിക്കാം, അത് പ്രചരിപ്പിക്കാം. റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. 25 മതസ്വാതന്ത്ര്യത്തിൽ തന്നെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം, അതനുസരിച്ച് ജീവിക്കാം. 26 26 സ്ഥാപിക്കുക. 26 സ്ഥാപിക്കുക. മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും മതാചാരങ്ങൾ തീരുമാനിക്കാനുമുള്ള അവകാശം. 26 സ്ഥാപിക്കുക. 26 സ്ഥാപിക്കുക, മതാചാരങ്ങൾ തീരുമാനിക്കുക. ഇനി 27 27 ഒഴിവാക്കി. ഒരു പ്രാസം വെച്ചങ്ങ് പഠിച്ചേ. 27 ഒഴിവാക്കി. 27 ഒഴിവാക്കി. 27 ഒഴിവാക്കി. നികുതിയിൽ നിന്നും, അല്ലെ, മത സ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 27 ഒഴിവാക്കി. ഓക്കെ. 28 പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരങ്ങളെ സംബന്ധിച്ച് പങ്കെടുക്കാനോ വിട്ടുനിൽക്കാനോ ഉള്ള അവകാശത്തെ സംബന്ധിച്ചാണ്. സോ നമുക്ക് 27 അറിയാം. ഒന്നാമത്തേത് വരുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ്. 27 ഒഴിവാക്കി. മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 1 സി. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18. അപ്പൊ നമ്മുടെ മനസ്സിൽ വരിക 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്, റൈറ്റ് ടു ഈക്വാലിറ്റി.
14 ഈക്വൽ ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിന് മുന്നിൽ സമത്വം, നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം. 15 വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ജാതി, മത, വംശ, ലിംഗ, ജന്മ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും വിവേചനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. 16 അവസര സമത്വമാണ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. 17 ഐത്ത നിർമാർജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. 18 തലക്കെട്ടുകളുടെ നിരോധനമാണ്. തലക്കെട്ടുകൾ ഒഴിവാക്കുക, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. 18 തലക്കെട്ട്. അപ്പോ 2D സ്ഥാനമാനങ്ങൾ, തലക്കെട്ടുകൾ എന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. ഭരണഘടനയുടെ 13ാമത്തെ വകുപ്പിൽ നമ്മൾ പറയുന്നു, 13 നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ രാജ്യത്തെ നീതിന്യായ വിഭാഗങ്ങൾക്ക് ആ നിയമങ്ങളെ പുനഃപരിശോധിക്കാനും വേണ്ടി വന്നാൽ അവയെ റദ്ദു ചെയ്യാനും അസാധുവാക്കാനും സാധിക്കും. നീതിന്യായ പുനരവലോകനം അമേരിക്കയിൽ നിന്നെടുത്ത ആശയമാണ്. ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനരവലോകനം സംബന്ധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ ആണ്. കോടതിയുടെ പുനരവലോകന അധികാരം 3A എന്ന് വരും. 4 അപ്പൊ സ്വാഭാവികമായും B ആണ്. നമുക്ക് നോക്കാം. 226 നമ്മൾ പറയാറുണ്ട് മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണ്, കോടതിയിൽ പോയി നേടിയെടുക്കാൻ സാധിക്കും, കോടതിയിൽ പോയി നമുക്കത് മേടിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഡയറക്റ്റ് സുപ്രീം കോടതിയെ 32ാം ആർട്ടിക്കിൾ പ്രകാരമോ 226 പ്രകാരം ഹൈക്കോടതിയെയോ സമീപിക്കാം. സോ ഹൈക്കോടതിയെ റിട്ട് അധികാരം പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 226 ആണ്. ഓക്കെ, അപ്പൊ 1C 2D 3A 4B. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. നല്ല ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ 15ാമത്തെ ചോദ്യം 123/2025. ഈ ചോദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടും. എന്നാൽ ഒരേ സമയം 10th +2 ഡിഗ്രി എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിനും കാണുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്. ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. എങ്കിൽ നമ്മുടെ രാജ്യത്ത് ബൈക്യാമറലിസം നിലവിലുണ്ടല്ലേ, ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും 2 സഭകളില്ല. ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ നിയമസഭയും നിയമസമിതിയും ഉള്ളൂ. അഥവാ നിയമം നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്ക് 2 സഭകളുള്ള ചില സംസ്ഥാനങ്ങളുണ്ട്. നമ്മൾ അതിനെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും വിളിക്കും. നിയമസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണ സമിതി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അങ്ങനെ 6 സംസ്ഥാനങ്ങൾ നമ്മൾ പറയാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. KTM അബു എന്നാണ് നമ്മൾ പറയുന്ന കോഡ്. വേറൊന്നുമല്ല. K ഫോർ കർണാടക, T തെലങ്കാന, M മഹാരാഷ്ട്ര, A ആന്ധ്ര, ബീഹാർ, UP. കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ആന്ധ്ര, ബീഹാർ, UP. എനിവേ താഴെ പറയുന്നവയെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ഇല്ലാത്തത്? ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, തമിഴ്നാട് ഇല്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തില് സംസ്ഥാന നിയമസഭ മാത്രമാണുള്ളത്. കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മൾ MLA-മാരെന്ന് പറയാം, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്, നിയമസഭാ അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് 2026 ഏപ്രിൽ 9 സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 16ാം കേരള നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി സ്കൂൾ പാഠപുസ്തകത്തിൽ കേരള നിയമസഭയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കേരള നിയമസഭ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏപ്രിൽ 27 കേരളത്തിൽ നിയമസഭാ ദിനമാണ്. കേരളത്തിൽ നിയമസഭാ ദിനം ഏപ്രിൽ മാസം 27ാം തീയതിയാണ്. ആസ്ഥാനം തിരുവനന്തപുരം. ഇനി 2026 ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 2026 മെയ് 4 റിസൾട്ട് അനൗൺസ് ചെയ്തു. കേരളത്തിൽ 140 MLA-മാരാണുള്ളത്, 140 സീറ്റുകളാണുള്ളത്. നമുക്കറിയാം കേരള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി അവർ നിയോഗിക്കുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു CEO, ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പൊ എക്സാമിന് ചോദിക്കുകയാണ് 2026 സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരായിരുന്നു? അപ്പൊ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. സോ എക്സാമിന് ചോദിക്കുന്നു 2026 കേരള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് ചോദിച്ചാൽ രത്തൻ യു കേൽക്കർ എന്ന് പഠിക്കുക. രത്തൻ യു കേൽക്കർ എന്ന് പഠിക്കുക. ഓക്കെ, ഇനി കേരളത്തോടൊപ്പം 5 ഇടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. 4 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടന്നു. സോ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ പുതുതായിട്ട് വന്ന മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. കേരളത്തിൽ നമുക്കറിയാം VD സതീശൻ മുഖ്യമന്ത്രിയായി. തമിഴ്നാട്ടിൽ C ജോസഫ് വിജയ്
തമിഴക വെട്രി കഴകം എന്ന പാർട്ടി 2024 ഫെബ്രുവരി 2 രൂപീകരിച്ച പാർട്ടിയാണ്. ഇനി പശ്ചിമ ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ BJP അധികാരത്തിൽ വരുന്നു. സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയാവുന്നു. അസമിൽ ഹിമന്ത് ബിശ്വ ശർമ്മ തുടർച്ചയായി വീണ്ടും വരുന്നു. പുതുച്ചേരിയിൽ എൻ രംഗസ്വാമിയാണ് മുഖ്യമന്ത്രി. ഇനി കർണാടകയിലെ അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മാറി, സിദ്ധാരാമയ്യ രാജിവെക്കുകയും DK ശിവകുമാർ കർണാടകയിൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇനി ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. 44/2026 ഈ അടുത്ത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണിത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് രീതി ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത തെരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. അപ്പൊ ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങളെ ചോദിച്ചാൽ ഇന്ത്യ, ബ്രിട്ടൻ എന്നതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഈ ഓപ്ഷനിൽ ഇന്ത്യയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഇന്ത്യയാണ്. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ 44/2026 ചോദ്യ പേപ്പറാണ്. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം ആർട്ടിക്കിൾ 324 പ്രകാരം ആർട്ടിക്കിൾ 324 പ്രകാരമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ചോദിച്ചാൽ 240K ആൻഡ് 243Kയും 243ZAയുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച ഭരണഘടനാ ആർട്ടിക്കിൾ. അപ്പൊ നോക്കിയേ, 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ 243K 243ZA. ക്ലിയർ ആണ്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി നിരന്തരം ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന നിയമസഭ, ലോക്സഭ തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കുന്നു, രാജ്യസഭ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നു. ഇനി നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കഴിഞ്ഞ ദിവസം CPO എക്സാമിന് ചോദിച്ചു, ആകെ 3 പേരാണുള്ളത്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും. 1+2 ഇങ്ങനെ പഠിച്ചാൽ നോക്കിയാൽ 3 ഈ പോലെയല്ലേ ഇരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓർക്കുക, 3 ഓർക്കുക. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, 2 കമ്മീഷണർമാരും. നിലവിൽ ഇന്ത്യയുടെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 26ാമത്തെ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരാണുള്ളത്. അപ്പോ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു ആൻഡ് വിവേക് ജോഷി എന്നിവരാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ഇനി കേരളത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ആള് KG സനൽ കുമാർ എന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ചോദ്യം 18 44/2026 ചോദ്യം. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിയുടെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റിന്റെ കാലാവധി സംശയമൊന്നും വേണ്ട, 5 വർഷം തന്നെയാണ്. ഇനി വൈസ് പ്രസിഡന്റ് രാജിവെച്ചാൽ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതി രാജിവെച്ചാൽ രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഇവിടുന്ന് ചോദ്യം വരാനുള്ള കാരണം 15ാമത്തെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ കാരണം 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീപ് ധൻഖർ അദ്ദേഹത്തിന്റെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് രാജിവെക്കുകയും അതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് പുതിയ വൈസ് പ്രസിഡന്റ് വരുന്നത്. അപ്പൊ അത്തരത്തിൽ കാലാവധിക്ക് ഇടയിൽ വെച്ച് ഒരാൾ ഇറങ്ങിപ്പോയാലും പുതുതായി വരുന്ന ആൾക്ക് 5 വർഷം തന്നെ ഉണ്ട്, അതിൽ സംശയമൊന്നും വേണ്ട. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി, 15ാമത്തെ വൈസ് പ്രസിഡന്റ്. ഇനി 19ാമത്തെ ചോദ്യം 172/2025 ചോദ്യ പേപ്പർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അപ്പൊ ഈ ചോദ്യം ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച് ശരിയായ പേരുകൾ തന്നിട്ട് അതിൽ ഒരെണ്ണം ഓഡ് 1 ചെയ്യാനാണ്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ഉണ്ട്, ഉപരാഷ്ട്രപതി എന്ന ടോപ്പിക്കിൽ ആർട്ടിക്കിൾ ഉണ്ട്, നിയമനിർമ്മാണത്തിൽ പാർലമെന്റ്, എല്ലാം നമ്മുടെ ടോപ്പിക്കിലുള്ള ആർട്ടിക്കിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയാവുന്ന ആദ്യം നോട്ട് ചെയ്യുക. ആർട്ടിക്കിൾ 44 ഒരുവിധപ്പെട്ട എല്ലാവരും എഴുതുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. മാർഗനിർദ്ദേശക തത്വങ്ങളെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമ സംഹിത, യൂണിഫോം സിവിൽ കോഡ് എന്നാണ് നമ്മൾ പഠിക്കുക. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ നിയമ സംഹിത പ്രകാരം നമുക്കറിയാം ഈ രാജ്യത്ത് സിവിൽ നിയമങ്ങൾ ഒരേപോലെ ആക്കുക എന്നാണ് ഉദ്ദേശം. നിലവിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇപ്പൊ ഈ വർഷം
ഗുജറാത്ത് രണ്ടാമത്തെ സംസ്ഥാനമായി മാറി. മൂന്നാമത്തെ സംസ്ഥാനമായി ആസാം മാറിയിരിക്കുകയാണ്. അപ്പോ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ആസാം. ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ആസാം. ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, അസം എന്ന് പഠിക്കുക. ഇനി 63 നമ്മൾ പഠിച്ചതല്ലേ, ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. 63 ഇന്ത്യക്കൊരു വൈസ് പ്രസിഡന്റ്, ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. 63. ഇനി അനുച്ഛേദം 79 പാർലമെന്റിന്റെ രൂപീകരണം. അനുച്ഛേദം 79 പാർലമെന്റിന്റെ രൂപീകരണം. ആർട്ടിക്കിൾ 79 കറക്റ്റ് ആണ്. പാർലമെന്റിന്റെ രൂപീകരണം 79. അപ്പൊ ആലോചിച്ച് നോക്കിയേ, യൂണിഫോം സിവിൽ കോഡ് 44, ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം 63, പാർലമെന്റിന്റെ രൂപീകരണം 79. ഇനി ഇവിടെ പറയുന്ന ഈ ആർട്ടിക്കിൾ ആണ് തെറ്റ്. ആർട്ടിക്കിളും അത് തമ്മിലുള്ള മാച്ചിങ് ശരിയല്ല. തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എക്സാമുകളിൽ അത് മാത്രമായിട്ട് മുൻവർഷ LD-യിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് മാർഗനിർദ്ദേശങ്ങളിലെ ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ പ്രകാരമാണ്. 39 ക്യാപിറ്റൽ എ പിന്നീട് കൂട്ടിച്ചേർത്തൊരു അനുച്ഛേദം കൂടിയാണ് 39 ക്യാപിറ്റൽ എ. തുല്യ നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകുന്ന ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ. ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ ഫോർ അഡ്വക്കേറ്റ് എന്ന് ഓർക്കുക. സൗജന്യ നിയമസഹായം, തുല്യ നീതി. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ എക്സാമിന് അത് മാത്രം ചോദിച്ചിരുന്നു. സ്ത്രീകൾ, കുട്ടികൾ, SC ST വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, ദുരന്തത്തിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ, യാചകർ, മനുഷ്യക്കടത്തിന്റെ ഇരകൾ, വ്യവസായ തൊഴിലാളികൾ, 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ആളുകൾ, സുപ്രീം കോടതി നിയമസേവന സമിതിയാണെങ്കിൽ 1.25 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ആളുകൾ എന്നിങ്ങനെ എക്സാമിന് ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. സോ ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ തുല്യനീതിയും സൗജന്യ നിയമ സഹായവും, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഓക്കെ, അപ്പോ 39A. ഇനി 38 കറക്റ്റ് എന്താണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം, ഒരു സാമൂഹ്യ ക്രമം, ഒരു സോഷ്യൽ ഓർഡർ സെറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് 38-ലാണ്. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 20ാമത്തെ ചോദ്യമാണ്. 12/2026 ആണ്. ഗവൺമെന്റിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് 4+1 5ഓളം ഇടങ്ങളിൽ പുതിയ സംസ്ഥാന ഗവൺമെന്റുകൾ വന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ റെലവൻസ് കൂടുകയാണ്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ രൂപീകരണം, മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുടെയും എണ്ണത്തിലുള്ള കണക്ക്, അതിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. സോ നല്ലൊരു ചോദ്യം, വളരെ എപ്പോഴും വരാത്ത ടൈപ്പ് ഓഫ് ചോദ്യമാണ്. നോക്കാം. ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സെറ്റ് ഓഫ് റൂൾ പ്രകാരം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടുത്തെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല. എന്നാൽ ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാനും പാടില്ല. ഇതാണ് എപ്പോഴും സാധാരണ ചോദിക്കാറുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ 91ാം ഭേദഗതി പ്രകാരമാണ് ഇപ്പോ സംസ്ഥാനങ്ങളിലാവട്ടെ ലോക്സഭയിലാവട്ടെ ആകെ അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല. മന്ത്രിമാരും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവര് 15% കൂടാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞത്? മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരിൽ കുറയാൻ പാടില്ല. അത് നിയമനിർമ്മാണ സഭയുടെ 15% കൂടാനും പാടില്ല. 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന്, പാർലമെന്ററി സിസ്റ്റം ആണല്ലോ, അപ്പൊ മന്ത്രിസഭയ്ക്ക് സംസ്ഥാന നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിള് 164 ക്ലോസ് 2 ആണ്. അപ്പോ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 164 ക്ലോസ് 2 നല്ലൊരു ആർട്ടിക്കിൾ ആണ്. കൃത്യമായിട്ട് പറയുന്നു. ആൻസർ ശരിയാണ്. ഇനി ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. നമുക്കറിയാം സംസ്ഥാനങ്ങളിലെ നിയമ ഉദ്യോഗസ്ഥനാണ്
സംസ്ഥാന സർക്കാരിന്റെ വക്കീലാണ്, അഡ്വക്കേറ്റ് ജനറൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ നിലവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, കേരളത്തിൽ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പ് രാജിവെക്കുകയും പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ സാധാരണഗതിയിൽ പൊളിറ്റിക്കൽ നിയമനമാണത്, അഡ്വക്കേറ്റ് ജൈജു ബാബു വരികയാണ്. സോ ഇനി അദ്ദേഹത്തിന്റെ കാലാവധി ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ ഭരണഘടനാപരമായി പറയുന്നത് ഗവർണറുടെ പ്രീതിയുള്ള കാലത്തോളം, ഗവർണറുടെ ഇഷ്ടമുള്ള കാലത്തോളം അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാം. ഇപ്പൊ നിലവിൽ അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് ചെയ്തത്, എങ്കിലും സാധാരണഗതിയിൽ ഗവർണറുടെ പ്രീതിയുള്ള കാലത്തോളം അദ്ദേഹത്തിന് ആ സ്ഥാനം വഹിക്കാൻ കഴിയുന്നതാണ്. എനിവേ, ഇവിടെ പറഞ്ഞ ABCD എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല. ഇനി ആ നിയമനിർമ്മാണ സഭയുടെ 15% കൂടാനും പാടില്ല എന്ന് പറഞ്ഞു. കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണം. 164 ക്ലോസ് 2 ആണ്. ആൻഡ് ഗവർണറുടെ ഇഷ്ടമുള്ള കാലത്തോളം അഡ്വക്കേറ്റ് ജനറലിന് ആ സ്ഥാനത്ത് തുടരാം. 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് മനസ്സിലാക്കുക. മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 21ാമത്തെ ചോദ്യം 19/2026 ചോദ്യപേപ്പർ. 2025 ഏപ്രിൽ മാസം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ദൗർഭാഗ്യകരമായ ഒരു ഓർമ്മയാണ്. 2025 ഏപ്രിൽ മാസത്തിൽ നടന്ന പെഹൽഗാം ആക്രമണം, അതിന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് വിളിച്ചത്. സോ ചോദ്യം ഇതാണ്, ഒരുപാട് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു. 2025 ഏപ്രിൽ മാസത്തിൽ പെഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ ഏത് പേരിലാണ് ആ ദൗത്യം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. പക്ഷേ ഈ ഇത്തവണ ചോദിച്ച ചോദ്യം ഒന്ന് വ്യത്യസ്തമാണ്. ഈ പേര്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദ്രൗപദി മുർമു ഇന്ത്യൻ രാഷ്ട്രപതിയാണോ? രാജ്നാഥ് സിംഗ് എന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണോ? ജനറൽ അനിൽ ചൗഹാൻ എന്ന സംയുക്ത സൈനിക മേധാവിയാണോ എന്ന ചോദ്യമാണ്. പക്ഷെ ഇവരാരുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയാണ് എന്നതാണ് കൃത്യമായി ഓർത്തു വെച്ചേക്കുക. ചോദ്യം 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. 128/2025 ചോദ്യപേപ്പർ. കൃത്യമായിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണിത്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം മൗലിക അവകാശങ്ങൾ തടയപ്പെട്ടാൽ. ആർട്ടിക്കിൾ ഏതാ? 32 പ്രകാരം സുപ്രീം കോടതി, 226 പ്രകാരം ഹൈക്കോടതി. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുകയാണ്, ഭരണഘടനാപരമായ പ്രതിവിധികൾ, റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പരാമർശിക്കുന്നു. 32-ൽ പറയുകയാണ്, ഇന്ത്യയിൽ 5 തരത്തിലുള്ള ഉത്തരവുകൾ ഈ കോടതികൾക്ക് പുറപ്പെടുവിക്കാം, റിട്ടുകൾ പുറപ്പെടുവിക്കാം. റിട്ട് എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ കടമെടുത്തു. ഇന്ത്യയിൽ 5 റിട്ടുകളാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ലാറ്റിൻ വാക്കുകളിലാണ് ആ റിട്ടുകൾ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സ്ഥിരമായി ചോദിക്കുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യം. ഒരുപക്ഷെ ഇത്തരത്തിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ, അല്ലെങ്കിൽ ഓരോ റിട്ട് ആ സാഹചര്യം തന്നിട്ട് ഈ റിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഏത് റിട്ട് ഉപയോഗിക്കും എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കത് പരിചിതമാണെങ്കിൽ ഇതേ പോവുകയാണ്. വേഗം ആൻസർ പറയാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള റിട്ട് ഹേബിയസ് കോർപ്പസ് ആണെങ്കിൽ എന്താണ് അതിന്റെ പർപ്പസ്? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അനധികൃതമായി തടങ്കലിൽ വെക്കുകയാണ്, തടവിലാക്കുകയാണ്. അപ്പൊ അവിടെ ഒരു വ്യക്തിയുടെ ആ ജീവനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അതിപ്പോ വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ ഒരു വ്യക്തിയെ മറ്റൊരാള് നിയന്ത്രിച്ചു വെക്കാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ തടങ്കിലാക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുത്തെ പബ്ലിക് സിസ്റ്റത്തിന്റെ ഭാഗമായി പോലീസോ മറ്റ് നിയമ സംവിധാനങ്ങളോ ഒരാളെ തടങ്കിൽ വെക്കുന്നത് കരുതുക. അപ്പോ ഈ പറയുന്ന റിട്ടുകളിൽ, ഉത്തരവുകളിൽ ഏറ്റവും പ്രധാനം ഹേബിയസ് കോർപ്പസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരേ സമയം പൊതു സംവിധാനത്തിനെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പൊ കോടതിക്ക് മനസ്സിലാവുന്ന ഒരാളെ അനധികൃതമായിട്ടാണ്, അന്യായമായിട്ടാണ്, നിയമവിരുദ്ധമായിട്ടാണ് തടവിൽ വെച്ചിരിക്കുന്നത്, തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളുടെ സ്വാതന്ത്ര്യം, അവകാശങ്ങൾ തടയപ്പെട്ടു, മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് മനസ്സിലായാൽ കോടതി പറയുകയാണ്, ആ വ്യക്തിയെ ഇവിടെ ഹാജരാക്കുക, ആ ശരീരം ഹാജരാക്കുക, ബോഡി ഹാജരാക്കാൻ പറയുന്നു. ഹേബിയസ് കോർപ്പസ് കൃത്യമായി അടയാളപ്പെടുത്തുക, ശരീരം ഹാജരാക്കുക. കറക്റ്റ് ആണ്. 1 ബി ആണ്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻറ്റമസ് കൃത്യമായിട്ട് പഠിച്ചോളാം. ലാറ്റിൻ വാക്കുകളാണല്ലോ. മാൻഡ്, വി കമാൻഡ്, മാൻഡമസ്, നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്ന അർത്ഥമാണ് വരിക. നോക്കിയേ, ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് നാം കൽപ്പിക്കുന്നു,
ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്ന അർത്ഥമാണ്. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി ചെയ്യാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ മൗലിക അവകാശങ്ങൾ തടയപ്പെട്ടാൽ കോടതി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, വി കമാൻഡ്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ പറയുന്ന റിട്ടാണ് മാൻറ്റമസ്. വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. 2 സി ആണ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു. 3 കോവാറൻഡോ എന്തധികാരം. കോവാറൻഡോ എന്തധികാരം. ഏതെങ്കിലും ഒരു പൊതു ഓഫീസിൽ ഒരാൾ അന്യായമായി പ്രവേശിച്ചാൽ, ഒരാൾക്ക് ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല, അന്യായമായ ആ സ്ഥാനം കൈവശപ്പെടുത്തിയാൽ ആ വ്യക്തികൾക്കോ പൊതുവായിട്ടോ ഒരു കേസ് ഫയൽ ചെയ്യാം. അയാൾ എന്ത് അധികാരത്തിൽ ആ സ്ഥാനത്തിരിക്കുന്നു എന്ന ചോദ്യം ഉയർത്താം. അന്യായമായിട്ടാണെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. കോവാരൻഡോ, ബൈ വാട്ട് അതോറിറ്റി. കോവാരൻഡോ എന്തധികാരത്തിൽ എന്നർത്ഥമാണ്. ഇനി 4 പ്രൊഹിബിഷൻ ആണ്. റദ്ദാക്കുക എന്ന അർത്ഥമാണ്. എക്സാമിന് ഒരുപാട് തവണ 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം കോടതികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ്. മുകളിലുള്ള കോടതി താഴെയുള്ള കോടതിയോട് പറയുന്നു നിർത്തുക, അതായത് ടു ഫോർബിഡ് അല്ലെങ്കിൽ തടയുക എന്ന അർത്ഥമാണ്. മുകളിലുള്ള കോടതി താഴെയുള്ള കോടതിയോട് പറയുകയാണ്. താഴെയുള്ള കോടതി അതിന്റെ അധികാര പരിധി ലംഘിച്ചാൽ പറയുകയാണ് നിർത്തിക്കൊള്ളുക, തടയുകയാണ്. പ്രൊഹിബിറ്റ്, തടയുക, പ്രൊഹിബിഷൻ. ഇനി എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന അർത്ഥം വരുന്ന, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന അർത്ഥം വരുന്ന, സമാനമായി വരുന്ന റിട്ട് ഏതാണ്? അത് പ്രൊഹിബിഷൻ ആണ്. തടയുക, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രൊഹിബിഷൻ. മേൽക്കോടതി താഴെയുള്ള കോടതിയോട് പറയുന്നു നിർത്തുക, തടയുന്നു. ഇനി ഒരാൾ കൂടി ഇവിടെ കൂട്ടത്തിൽ ഇല്ലാത്തതുണ്ട്, അത് നമുക്കറിയാം. സെർഷ്യോററി ആണ്. ആ വാക്കിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ടു ബി സർട്ടിഫൈഡ്, അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ്. ഇത് കോടതികൾ തമ്മിലുള്ള ഇടപാട് തന്നെയാണ്. മുകളിലുള്ള കോടതി താഴെയുള്ള കോടതിയിൽ നിന്നും ഒരു കേസിന്റെ രേഖകൾ, കാര്യങ്ങൾ കൈമാറാൻ ആവശ്യപ്പെടുന്നതിനെ സെർഷ്യോററി, ടു ബി സർട്ടിഫൈഡ്, ടു ബി ഇൻഫോംഡ് എന്ന് വിളിക്കാം. അപ്പൊ 5 റിട്ടുകളാണ് ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി 23ാമത്തെ ചോദ്യമാണ്, പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രസിഡന്റിന്റെ അധികാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അടിയന്തരാവസ്ഥ സംബന്ധിക്കുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ 352, 356, 360 3 ടൈപ്പ് ഓഫ് അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ഇനി 360 സാമ്പത്തികം, ഫിനാൻഷ്യൽ എമർജൻസി. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. നാളിതുവരെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ. 360 ഫിനാൻഷ്യൽ എമർജൻസി, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ. 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം 24, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? തെറ്റിക്കല്ലേടാ, വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭാഗം 4A ആർട്ടിക്കിൾ 51A ഭാഗം 4A ആർട്ടിക്കിൾ അനുച്ഛേദം 51A. നമുക്കറിയാം 11 കടമകളാണ് നിലവിലുള്ളത്. 51A സ്മോൾ ലെറ്റർ A മുതൽ K വരെ 11 കടമകളുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട മിക്ക എക്സാമുകളിലും ഈ 11 കടമകളും അറിഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ആൽഫബറ്റിക് ഓർഡറിൽ ചോദിക്കാറുണ്ട്. ഒരു കടമ തന്നിട്ട് ഇത് ഏത് ആൽഫബറ്റിലാണ് പറയുന്നതെന്ന് ചോദിച്ചിരുന്നു. ഇനി ഈ ചോദ്യം അങ്ങനെയല്ല. 11 കടമകളും അറിയാമെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം എഴുതാൻ പറ്റൂ. തന്നിട്ട് ഇത് കടമയിൽ പെടുന്നതാണോ, ഇത് കടമയിൽ പെടാത്തതാണോ എന്ന് ചോദിക്കാം. ഇനി ഇത് കടമയാണോ, മൗലിക അവകാശമാണോ, മാർഗനിർദ്ദേശമാണോ എന്ന് കണ്ടെത്തണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടാവണം. സോ കൃത്യമാണ്, ചെറിയ ടോപ്പിക്കാണ് കടമകൾ, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. മൗലിക കടമകളിൽ പെടുന്നതാണോ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, യൂണിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് ദ കൺട്രി പറയുന്നുണ്ട്. 51A സ്മോൾ ലെറ്റർ സിയിലാണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, യു തിരിച്ച് സി ആക്കുക. യൂണിറ്റി, ഇന്റഗ്രിറ്റി, സോവറിനിറ്റി, ഐക്യം, അഖണ്ഡത, പരമാധികാരം സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ശരി. 2, പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ഞാനും നിങ്ങളും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മൗലിക കടമകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സോ ഈ രാജ്യത്തെ പൊതുമുതലുകൾ സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക എന്നത് ഒരു മൗലിക കടമയാണ്. ഐയിലാണ് ആ കടമ പറയുന്നത്. ഐയിലാണ്.
ഐയിലാണ് പറയുന്നത് പൊതുമുതൽ സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. ഇനി ശാസ്ത്രീയമായ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഓരോ മനുഷ്യനും കുറെ കൂടി മനുഷ്യത്വമുള്ള, ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള മാനവികത സൂക്ഷിക്കണം. എല്ലാവരും അന്വേഷണാത്മകതയുള്ള സയന്റിഫിക് ടെമ്പർമെന്റ് ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയമായി ചിന്തിക്കുന്ന, ഹൈ ലെവലിൽ ചിന്തിക്കുന്ന ആളുകളായി മാറുക. അപ്പോൾ കോഡ് എച്ച് എന്നാണ് നമ്മൾ പഠിച്ചത്. ഹൈ ലെവൽ തിങ്കിങ്, ഹ്യൂമാനിറ്റി എന്നാ പഠിച്ചത്. മൗലിക കടമകളിൽ പറയുന്നതാണ്. അപ്പൊ സിയിലാണ് യൂണിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് ദ കൺട്രി. ഐയിൽ പഠിച്ചത് നമ്മുടെ പൊതുമുതൽ സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. എച്ച് ഹ്യൂമാനിറ്റി, ഹൈ ലെവൽ തിങ്കിങ്, ശാസ്ത്രീയ ചിന്താഗതി, മാനവികത. ഇനി 4 വ്യക്തിയുടെ അന്തസ്സ് രാജ്യത്തിന്റെ ഐക്യമാകേണ്ടതാ. തെറ്റാണ്. കാരണം വ്യക്തിയുടെ അന്തസ്സ് രാജ്യത്തിന്റെ ഐക്യമാകേണ്ടത എന്ന് പറയുന്നില്ല, രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഞാനും നിങ്ങളും നമ്മുടെ രാജ്യത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമാണ്. സോ നമ്മുടെ ചോദിച്ചത് ഇവിടെ പെടാത്തതാണ്, 4 മാത്രമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓപ്ഷൻ ഡി ശരിയായ ഉത്തരമായിട്ട് എടുക്കുക. സോ മൗലിക കടമകൾ പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു പോകുന്നത്. എ മുതൽ കെ വരെ 11 കടമകളും കൃത്യമായിട്ട് പഠിക്കണം. ഏത് ആൽഫബറ്റ് ആണ് അതിനെ ഡിനോറ്റ് ചെയ്യുന്നതും പഠിച്ചിരിക്കണം. ഇനിയുള്ള പരീക്ഷകൾ അങ്ങനെ ചോദ്യം വരും, മാർക്ക് ചെയ്ത് വെച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോവുക. 25ാമത്തെ ചോദ്യം 12/2026 ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവ അധികാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. സുപ്രീം കോടതി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്, സിലബസിലുണ്ട്. സോ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പൊ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. അതിൽ ഒരുപാട് അധികാരങ്ങൾ പറയുന്നതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു അധികാരമാണ് സുപ്രീം കോടതിയുടെ ഉത്ഭവ അധികാരം. മറ്റൊന്നുമല്ല, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. സുപ്രീം കോടതിയെ സംബന്ധിച്ച് അപ്പീൽ അധികാരമുണ്ട്, ഉപദേശ അധികാരമുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഉത്ഭവ അധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. വേറൊന്നുമല്ല, ചില പ്രത്യേക കേസുകൾ അതിന്റെ ഉത്ഭവം മുതലേ സുപ്രീം കോടതി ആയിരിക്കും അറ്റൻഡ് ചെയ്യുക, ഡീൽ ചെയ്യുക. എക്സാമിന് ചോദിച്ചു ഉത്ഭവ അധികാരത്തിന് എക്സാമ്പിൾ, കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളെ സംബന്ധിച്ച വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ ഉത്ഭവ അധികാരമാണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 131 ആണ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ സുപ്രീം കോടതിയുടെ ഉത്ഭവ അധികാരം പറയുന്ന ആർട്ടിക്കിൾ 131. 26ാമത്തെ ചോദ്യമാണ് 12/2026 ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഈ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യങ്ങളിൽ ഒന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. അയർലൻഡിൽ നിന്നെടുത്ത ആശയമാണ്. ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് മാർഗനിർദ്ദേശങ്ങളുടെ ലക്ഷ്യം. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ് ഈ ആശയം ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത്. ഇനി ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക സമൃദ്ധിയെ ലക്ഷ്യം വെക്കുന്നു. അവിടെ പറയുന്നു, ഡോക്ടർ BR അംബേദ്കറുടെ ഒരു പ്രസ്താവനയുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് ഒരു നിയമത്തിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാമ്യമുണ്ട്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, മാർഗനിർദ്ദേശക തത്വങ്ങൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാമ്യമുണ്ട്. പ്രീവിയസ് ചോദ്യമാണ്. അപ്പോ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാമ്യമുണ്ട്. 27ാമത്തെ ചോദ്യം 141/2025 താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങളുടെ സ്വഭാവത്തെ കൃത്യമായി പ്രതിഫലിക്കുന്നത്? പ്രസിഡന്റിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. പ്രസിഡന്റിന്റെ സ്വഭാവം സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. യഥാർത്ഥവും ജനപ്രിയവും. നിങ്ങൾ പറ, യഥാർത്ഥം റിയൽ എക്സിക്യൂട്ടീവ് ആണോ? അല്ല. ഇനി നാമമാത്രം, നമ്മൾ പറഞ്ഞു നോമിനൽ ആണ് പ്രസിഡന്റ്. ഇനി നിയമപ്രകാരം, ഭരണഘടനയിൽ പറയുന്നുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണല്ലോ, അപ്പൊ നിയമപ്രകാരമാണ്, നാമമാത്രമാണ്. രാഷ്ട്രീയവും നാമമാത്രവും അല്ല. ഇനി ഭരണഘടനാപരമാണ്, നാമമാത്രമാണ്. സോ 2 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം. നിയമപരമാണ്, നോമിനലാണ്, ലീഗലാണ്, നാമമാത്രമാണ്. ഭരണഘടനാപരമാണ്, നാമമാത്രമാണ്. ഓക്കെ, മുന്നോട്ട് പോകാം. 28ാമത്തെ ചോദ്യം മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക.
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 36 മുതൽ 51 വരെ പ്രതിപാദിക്കുന്നു. ശരിയാണോ തെറ്റാണോ? മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിക്കുന്ന ആർട്ടിക്കിള് 36 മുതൽ 51 വരെ. പ്രസ്താവന ശരിയാണ്. ഓക്കെ, ഇനി ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കുക, എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, സേവനങ്ങൾ നൽകുന്ന വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് എപ്പോഴും ഇവർ തെറ്റിച്ചു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കുക, നമുക്ക് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് മൗലിക അവകാശങ്ങൾ കോടതിയിൽ പോയി നേടിയെടുക്കാം. എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്ഷേമ രാഷ്ട്രമാക്കുക, ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ശരി. 3 തെറ്റാണ്. ഇനി മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി ആണെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കുക. കാരണം മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. അപ്പൊ ഈ ഓപ്ഷനും തെറ്റ്. കാരണം ഈ സ്വരൺ സിംഗ് കമ്മിറ്റി എന്താണ്? മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി. മാർഗനിർദ്ദേശങ്ങൾ തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. സോ ഇവിടെ ചോദിച്ചിരുന്നത് ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ ശരി, ബി ശരി. അപ്പൊ ഇവിടെ എ ആൻഡ് ബി വരുന്ന ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 29ാമത്തെ ചോദ്യമാണ് 172/2025 ചോദ്യ പേപ്പർ. ഇത് പാർലമെന്റ് എന്ന ഭാഗത്തെ സംബന്ധിച്ച് ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഭാഗം 6 തെറ്റ്. ഭാഗം 5 ഇന്ത്യൻ പാർലമെന്റ് പറയുക. ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി. പാർലമെന്റ് നോക്കിയാൽ 5 പോലല്ലേ ഇരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് ഭാഗം 5 ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിക്കുന്നു എന്ന് പഠിക്കുക. ഇനി ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. ശരിയാണോ തെറ്റാണോ? പ്രസിഡന്റ് ലോക്സഭയിലും രാജ്യസഭയിലും അംഗമല്ല. പ്രസ്താവന ശരി. എന്നാൽ ഇന്ത്യൻ പാർലമെന്റ് എന്ന ഡെഫിനിഷൻ പൂർണ്ണമാകണമെങ്കിൽ പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ ചേരുന്നതാണ് പാർലമെന്റ്. പക്ഷേ ഇരുസഭകളിലും അദ്ദേഹം അംഗമല്ല. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ശരിയാണോ തെറ്റാണോ? 2 സഭകളാണ് ഇന്ത്യൻ പാർലമെന്റിനുള്ളത്. ലോക്സഭ, രാജ്യസഭ, ഉപരിസഭ രാജ്യസഭ, അധോസഭ ലോക്സഭ. ആലോചിച്ച് നോക്കിയേ, ജനങ്ങളുടെ സഭ ലോക്സഭ, സംസ്ഥാനങ്ങളുടെ സഭ രാജ്യസഭ. 2 സഭകളുണ്ട്. ദ്വിമണ്ഡല സമ്പ്രദായം, ബൈക്യാമറലിസം ബ്രിട്ടനിൽ നിന്നെടുത്ത ആശയമാണ്. ശരി. സോ 2ഉം 3ഉം ശരി. ഇനി പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന, അത്രയും ശരിയാണ്. പാർലമെന്റ് എന്ന വാക്ക് രൂപപ്പെട്ടത് പാർലർ എന്ന വാക്കിൽ നിന്നാണ്. പക്ഷെ അത് ഇംഗ്ലീഷ് വാക്കല്ല, ഫ്രഞ്ച് പദമാണ്. അപ്പൊ അവിടെ തെറ്റിപ്പോയില്ലേ? അപ്പൊ ഇങ്ങനെ തിരുത്തി ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പഠിച്ചോളാം. പാർലമെന്റ് എന്ന വാക്ക് രൂപപ്പെട്ടത് പാർലർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പഠിക്കണം. 2ഉം 3ഉമാണ് ഇവിടെ ശരി. തെറ്റായ പ്രസ്താവനകൾ 1, 4 പ്രസ്താവനകൾ തെറ്റായതാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. 30ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം. ഞാൻ നേരത്തെ ഒരു മാച്ച് ദ ഫോളോയിങ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യമാണല്ലോ. 25 പറഞ്ഞു ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആരാധിക്കാം, അതനുസരിച്ച് ജീവിക്കാം. റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ആർട്ടിക്കിൾ 25. 26 എന്താ പറഞ്ഞത്? 26 മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, മതാചാരങ്ങൾ തീരുമാനിക്കുക. 26 മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും മതാചാരങ്ങൾ തീരുമാനിക്കാനുമുള്ള അവകാശം, മൗലിക അവകാശം 26. 27 നികുതി ഒഴിവാക്കി എന്ന് ഞാൻ പറഞ്ഞു. 28 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത പ്രവർത്തനങ്ങളിൽ വിട്ടുനിൽക്കാനോ പങ്കെടുക്കാനോ ഉള്ള ആളുകളുടെ ചൂസ് ചെയ്യാനുള്ള അവകാശം 28. ഓക്കെ, നമ്മൾ 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു സെഷനിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. LP UP
ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോളിറ്റി, രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീണ്ടും മറ്റൊരു സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. നന്നായി പഠിക്കുക, ശക്തമായി പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ.